ഹായ് ഓൾ വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ക്ലാസ് 3 മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ലെറ്റ്സ് ഡ്രോ ആണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ കാണുന്നത് ഇങ്ങനത്തെ ഒരു പിക്ചറാണ് കേട്ടോ. ആ പിക്ചറിൽ ഒരുപാട് ഷേപ്സ് വരുന്നുണ്ട്. അപ്പോൾ ഓരോ ഷേപ്പും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക കേട്ടോ, നന്നായിട്ട് നമ്മൾ പഠിക്കാം. അപ്പോൾ വെൽക്കം ഫസ്റ്റ്. അനു ആൻഡ് സുബി ആർ ഇൻ ക്ലാസ് 3. അനുവും സുബിയും 3-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ദെയർ സ്കൂൾ ഈസ് ഡെക്കറേറ്റഡ് ഫോർ ദ വെൽക്കം ഫസ്റ്റ്. വെൽക്കം ഫസ്റ്റിന് വേണ്ടിയിട്ട് സ്കൂള് ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കളർ ദ ഫെസ്റ്റൂൺസ് ആൻഡ് മേക്ക് ദ പിക്ചർ പ്രെറ്റിയർ. അപ്പോൾ ഫെസ്റ്റൂൺസ് ഒക്കെ ഒന്ന് കളർ ചെയ്ത് കൊടുത്തിട്ട് പിക്ചർ കുറച്ചും കൂടി പ്രെറ്റിയർ ആക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. കണ്ടോ, അപ്പോൾ ആ ഒരു പിക്ചറാണ് കൊടുത്തത്. കൗണ്ട് ദ നമ്പർ ഓഫ് ഈച്ച് ഷേപ്പ് ഇൻ ദ ഫെസ്റ്റൂൺസ്. അപ്പോൾ നമ്മൾ കളർ ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളോട് അതായത് ട്രയാങ്കിളിന് ഗ്രീൻ കളറും റെക്റ്റാങ്കിളിന് ബ്ലൂ കളറും സർക്കിളിന് നമ്മൾ എന്ത് കളറാണ്, റെഡ് കളറുമാണ് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ രീതിക്ക് വേണം നിങ്ങൾ കളർ ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ചോദിച്ചിട്ടുള്ളത് കൗണ്ട് ദ നമ്പേഴ്സ് ഓഫ് ഈച്ച് ഷേപ്പ് ഇൻ ദ ഫെസ്റ്റൂൺസ്. ഫെസ്റ്റൂൺസിൽ ഓരോ ഷേപ്പിലും എത്ര കളർ, ഓരോന്നിലും എത്ര കളർ ഉണ്ടെന്ന് എണ്ണി നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഇതിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ കളർ ചെയ്ത് കൊടുത്തിട്ടുള്ളത് റെഡ് 2 എണ്ണവും ഗ്രീന് 2 എണ്ണവും ബ്ലൂ 2 എണ്ണമാണ്. പക്ഷേ ഷേപ്പ് എണ്ണി നോക്കുകയാണെങ്കിൽ നമ്മൾ കളർ ചെയ്യാനും പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, നമുക്ക് ട്രയാങ്കിൾ 1 2 3 4 5 6 7 8, അടിയിൽ 9 10 11 12 13. പിന്നെ റൈറ്റ് സൈഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഈ സ്കൂളിൻ്റെ മേലെ കേട്ടോ, റൈറ്റ് സൈഡിൻ്റെ 13 14 15 16 17 18 19 20 21. പിന്നെ ഇവിടെ 2 എണ്ണം വരുന്നുണ്ട് 22 23. അങ്ങനെയായിട്ടാണ് കിട്ടുക നമ്മൾ കളർ ചെയ്യുകയാണെങ്കിൽ കേട്ടോ. പിന്നെ റെക്റ്റാങ്കിൾ നോക്കുകയാണെങ്കിൽ 1 2 3, മുകളിൽ 3, അടിയിൽ 4 5. പിന്നെ ഈ ഒരു ഭാഗത്താണ് 6 7 8 9 എണ്ണം കിട്ടും അവിടെ. പിന്നെ നമ്മൾ സർക്കിൾ നോക്കുകയാണെങ്കിൽ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 ആണ് വരുന്നത്. അങ്ങനെ കളർ ചെയ്തതിന് ശേഷം, കളർ ചെയ്യാത്ത കേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 റെഡ് 2 ബ്ലൂ 2 ഗ്രീന് അങ്ങനെ എഴുതി കൊടുക്കാം കേട്ടോ. അത് ജസ്റ്റ് ഒന്നുമില്ല, പിക്ചർ നോക്കിയിട്ട് എഴുതാനുള്ള കാര്യമാണ്. അടുത്തത് ഗ്രീറ്റിംഗ് കാർഡാണ്. വിധു ഈസ് എ ന്യൂ സ്റ്റുഡൻറ്റ് ദിസ് ഇയർ. വിധു ഈ വർഷത്തെ പുതിയൊരു സ്റ്റുഡൻ്റ് ആണ്. ദ അതേഴ്സ് വാണ്ട് ടു മേക്ക് ഹിം എ ഗ്രീറ്റിംഗ് കാർഡ്. ബാക്കിയുള്ളവർക്ക് അവർക്ക് വേണ്ടിയിട്ട് ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കണം. സുബി ആൻഡ് അതേഴ്സ് ആർ ഡ്രോയിങ് പിക്ചേഴ്സ് ആൻഡ് സ്റ്റിക്കിംഗ് ഡോട്ട്സ് ടു മേക്ക് ഇറ്റ് പ്രിറ്റി. അപ്പോൾ സുബിയും ബാക്കിയുള്ളവരൊക്കെ പിക്ചേഴ്സ് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ല ഭംഗിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദർ ഈസ് 1 ഡോട്ട് ഇൻ ദ പിക്ചർ. ആ പിക്ചറിൽ 1 ഡോട്ട് ഉണ്ട്. ഹൗ മെനി മോർ ഓഫ് ദ സെയിം സൈസ് ക്യാൻ യു ഫിറ്റ്സ് അറൗണ്ട് ഇറ്റ്. നിങ്ങൾക്ക് എത്ര എക്സ്ട്രാ ഫിക്സ് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ കാണുന്ന സൈഡിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു ഭാഗത്തൊക്കെ കൊടുക്കാം അല്ലേ. അപ്പോൾ 1 2 3 4, എത്ര മോർ 4 നമുക്ക് പറയാം. ഹൗ മെനി ഡോട്ട്സ് കുഡ് ഐ ആക്ച്വലി ഫിക്സ്. നിങ്ങൾ എത്രയാണ് ഫിക്സ് ചെയ്തതെന്നാണ് ചോദിച്ചിട്ട് ഉള്ളത്. അടുത്തത് ക്യാൻ യു ഡ്രോ സീ ദ പിക്ചേഴ്സ് മെയ്ഡ് വിത്ത് സർക്കിൾസ്. ക്യാൻ യു കളർ ഇറ്റ്. അപ്പോൾ സർക്കിൾ ഉപയോഗിച്ചിട്ട് വരച്ചിട്ടുള്ള ഒരു പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളോട് കളർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡ്രോ അനദർ പിക്ചർ യൂസിങ് സർക്കിൾസ്. ഇതുപോലെ സർക്കിൾ ഉപയോഗിച്ചിട്ട് വേറൊരു പിക്ചർ വരയ്ക്കാൻ കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയണത് നിങ്ങൾക്ക് വരയ്ക്കാം. ഹൗ ഡിഡ് യു ഡ്രോ ദ സർക്കിൾസ്. എനി അതർ വേ ടു ഡ്രോ സർക്കിൾസ്. നിങ്ങൾ എങ്ങനെയാണ് സർക്കിൾസ് വരയ്ക്കുക? വലിയ ക്ലാസ്സുകളിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് വെച്ചിട്ടാണ്, കോമ്പസ് ഉപയോഗിച്ചിട്ടാണ് സർക്കിൾ വരയ്ക്കുക. അടുത്തത് ഷേപ്പിൻ്റെ ബോട്ടാണ്. വിധു ലൈക്ക്ഡ് ദ കാർഡ് ഹീ ഗേവ് ദം എ പേപ്പർ ബോട്ട് ഹീ മെയ്ഡ്. അപ്പോൾ വിധുവിന് ഇവരൊക്കെ കൊടുത്ത
കാർഡ് ഇഷ്ടമായി. അപ്പോൾ അവൻ തിരിച്ച് എന്ത് ചെയ്തു, അവൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പേപ്പർ ബോട്ടാണ് കൊടുക്കുന്നത്. അൺഫോൾഡ് ദ ബോട്ട്, വാട്ട് ഷേപ്പ് ഡു യു സീ? അതായത് നമ്മൾ ആ പേപ്പർ ബോട്ട് ഫോൾഡ് ചെയ്തിട്ടല്ലേ നമ്മൾ ആ ബോട്ടിൻ്റെ ഷേപ്പ് ആക്കുക. അൺഫോൾഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മടക്കി കൊടുത്തൊക്കെ നിവർത്തി വയ്ക്കുക. അപ്പം നിങ്ങൾക്ക് എന്ത് ഷേപ്പാണ് കാണുന്നത്? അതാണ് രണ്ടാമത്തെ പിക്ചറിൽ കൊടുത്തിട്ടുള്ളത്. റൈറ്റ് ദ നമ്പേഴ്സ് ഓഫ് ഈച്ച് ഇൻ ദിസ് ടേബിൾ. അപ്പോൾ എത്ര റെക്റ്റാങ്കിൾ വരും? എത്ര റെക്റ്റാങ്കിൾ വരും, അതുപോലെ തന്നെ എത്ര ട്രയാങ്കിൾ വരും എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ട്രയാങ്കിൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? 1 2 3 4 4 സൈഡ് ഒരു ട്രയാങ്കിളായിട്ട് പറയാം. റെക്റ്റാങ്കിൾ നമുക്ക് എന്ത് പറയാം? മെയിനായിട്ടുള്ള ട്രയാങ്കിളാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. 1 2 3 4. നമുക്ക് വേണമെങ്കിൽ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഈ ഒരു ഭാഗത്ത് 2 ട്രയാങ്കിൾ വരുന്ന രീതിയിലും കാണിക്കാം. പക്ഷെ അത് നമ്മൾ ഒരു ട്രയാങ്കിളായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ 1 2 3 4 നമുക്ക് ട്രയാങ്കിൾ പറയാം. റെക്റ്റാങ്കിൾ ഒരെണ്ണം പറയാം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു റെക്റ്റാങ്കിളിനെ അവർ സ്പ്ലിറ്റ് ചെയ്തിട്ടല്ലേ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 1 2 റെക്റ്റാങ്കിളിൻ്റെ അവിടെ 2 റെക്റ്റാങ്കിളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ 2 വലിയ ട്രയാങ്കിൾ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്. പിന്നെ സൈഡിൽ 2 ഉണ്ട്, ഈ സൈഡിൽ 2 ഉണ്ട്. അപ്പോൾ 1 2 3 4 5 6 2 റെക്റ്റാങ്കിളും 6 ട്രയാങ്കിൾ എന്നും നമുക്ക് പറയാം. അനൂഫ് അൺഫോൾഡഡ് ദ ബോട്ട് ആൻഡ് കട്ട് അലോങ് ദ ഫോൾസ്. സി ഹൗ ഷീ പേസ്റ്റഡ് ദ ഷേപ്സ് ഇൻ ഹെർ നോട്ട്ബുക്ക്. അപ്പോൾ കണ്ട അങ്ങനെയാണ് നോട്ട്ബുക്കിൽ പേസ്റ്റ് ചെയ്തിട്ടുള്ളതെന്നുള്ള പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. അടുത്തത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ലെറ്റ്സ് മേക്ക് ഷേപ്പ് എന്നാണ്. കട്ട് ഔട്ട് എ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിൾ കട്ട് ചെയ്തെടുക്കുക. കട്ട് ഇറ്റ് ഇൻ ടു 2 പീസസ് ആസ് കട്ട് ഔട്ട് എ റെക്റ്റാങ്കിൾ. ഒരു റെക്റ്റാങ്കിൾ കട്ട് ചെയ്തെടുക്കുക. കട്ട് ഇറ്റ് ഇൻ ടു 2 പീസസ് ആസ് ഇൻ ഷോൺ ഇൻ ദ പിക്ചർ. അപ്പോൾ നമ്മുടെ റെക്റ്റാങ്കിളിൻ്റെ നടുവിലേക്കൂടെ ഇങ്ങനെ ഒരു വര വരച്ചിട്ട് 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. ജോയിൻ ദ പീസസ് ഇൻ ഡിഫറെൻറ്റ് വേസ്. വാട്ട് ഷേപ്പ് ക്യാൻ യു മേക്ക്? അപ്പം നമുക്ക് എന്ത് ഷേപ്പാണ് കിട്ടുന്നത്? ട്രയാങ്കിൾ അല്ലേ അവിടെ കിട്ടുന്നത്. അടുത്തത് ലെറ്റ്സ് മേക്ക് ഷേപ്പ്. അനു ആൻഡ് ഫ്രണ്ട്സ് ആർ മേക്കിംഗ് റെക്റ്റാങ്കിൾ ആൻഡ് ട്രയാങ്കിൾസ് വിത്ത് ഈർക്കിൾ ബിറ്റ്സ്. അപ്പോൾ അനുവും അവരുടെ ഫ്രണ്ട്സും എന്താണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? റെക്റ്റാങ്കിൾസും ട്രയാങ്കിൾസും ഒക്കെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. യൂസ് 24 ഈർക്കിൾ ബിറ്റ്സ് ഓഫ് ദ സെയിം ലെങ്ത് ടു മേക്ക് റെക്റ്റാങ്കിൾസ് ആൻഡ് ട്രയാങ്കിൾസ്. 24 ഈർക്കിളി കഷ്ണം എടുത്തിട്ട് അവരെന്ത് ചെയ്യാണ്? സെയിം ലെങ്ത്തിലുള്ള ഈർക്കിളി കഷ്ണം എടുത്തിട്ട് അവർ റെക്റ്റാങ്കിൾ ഉണ്ടാക്കുന്നുണ്ട്, ട്രയാങ്കിൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ റൈറ്റ് ദെയർ നമ്പേഴ്സ് ഇൻ ദ ബിലോ. അപ്പോൾ ട്രയാങ്കിൾ എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും? ആദ്യം തന്നെ നോക്കുക, നമ്മുടെ ട്രയാങ്കിളിന് 3 വശമാണുള്ളത്, 3 സൈഡാണുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിൽ മൊത്തം 24 ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ 3 ട്രയാങ്കിൾ ഉണ്ടാക്കാൻ എത്ര എണ്ണം വേണമെന്ന് എങ്ങനെയാണ് കാണുക? 24 ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ആൻസർ 8 കിട്ടും. അടുത്തത് റെക്റ്റാങ്കിൾസ്. റെക്റ്റാങ്കിൾസിന് നമുക്ക് എത്ര വശമാണുള്ളത്? 4 വശമാണുള്ളത് അല്ലേ. അപ്പോൾ ടോട്ടൽ എത്രയാണുള്ളത്? 24 ആണുള്ളത്. അപ്പോൾ 24 ഡിവൈഡഡ് ബൈ 4. 24 ഡിവൈഡ് ബൈ എന്താ 4 കൊണ്ട് ചെയ്യാൻ കാരണം 4 വശമാണ് നമ്മുടെ റെക്റ്റാങ്കിളിനുള്ളത്. അപ്പോൾ 24 ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 6 എന്ന് കിട്ടും. അടുത്തത് ഡ്രോ എ ട്രയാങ്കിൾ ആൻഡ് എ റെക്റ്റാങ്കിൾ ഹിയർ. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഷേപ്പ് നമുക്കറിയാം അല്ലേ, 4 വശം. ട്രയാങ്കിൾ 3 വശമുള്ളത്. ഹൗ മെനി ഈർക്കിൾ ബിറ്റ്സ് ഡിഡ് യു യൂസ്? നിങ്ങൾ എത്ര ടു മേക്ക് എ റെക്റ്റാങ്കിൾ ഉണ്ടാക്കാൻ വേണ്ടി എത്രയാണ്? 4. ട്രയാങ്കിൾ ഉണ്ട്. ഹൗ മെനി ഫോർ എ ട്രയാങ്കിൾ? അതിന് 3 ആണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് പിക്ചേഴ്സ് ഇൻ ടൈൽസ് ആണ്. ദ ഗ്രാമപഞ്ചായത്ത് ഹാസ് മെയ്ഡ് എ സ്മാർട്ട് ക്ലാസ് റൂം ഫോർ ദ സ്കൂൾ. അപ്പോൾ ഗ്രാമപഞ്ചായത്ത് എന്ത് ചെയ്യാണ്? സ്കൂളിന് വേണ്ടിയിട്ട് ഒരു സ്മാർട്ട് ക്ലാസ് റൂം ഉണ്ടാക്കുകയാണ്. ആൻഡ് ദ ഫ്ലോർ ഈസ് ടൈൽഡ്. ഈസിൻറ്റ് ഇറ്റ് നൈസ്? ഫ്ലോർ ടൈൽ ചെയ്തിട്ടുണ്ട്, അത് നൈസ് ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സീ ദ ടൈൽ ഡിസൈൻസ് ആൻഡ് ചിൽഡ്രൻസ് ഹാവ് ഡ്രോൺ. ആ ചിൽഡ്രൻസ് വരച്ചിട്ടുള്ള ടൈൽ ഡിസൈൻസ് ഒന്ന് നോക്കുക. അനു വരച്ചിട്ടുള്ളത്, വിധു വരച്ചിട്ടുള്ളത്, സുബി വരച്ചിട്ടുള്ളത്. മേക്ക് എ ടൈൽ ഡിസൈൻ ബൈ ജോയിനിങ് ദ ഡോട്ട്സ് ബിലോ ആൻഡ് കളർ ഇറ്റ്. അപ്പോൾ അടിയിൽ കൊടുത്തിട്ടുള്ള ഒരു ടൈൽ ഡിസൈൻ ജോയിൻ ചെയ്തിട്ട് നിങ്ങളോട് കളർ ചെയ്യാനാണ്
തിങ്ക് ഇൻ വാട്ട് ഡിഫറെൻറ്റ് വേ യു ക്യാൻ ജോയിൻ ദ ഡോട്ട്. പല രീതിയിൽ നിങ്ങൾക്ക് ആ ഡോട്ട് ജോയിൻ ചെയ്യാം അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ ഡോട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്ത് കളർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. വാട്ട് ഷേപ്പ് ഡു യു ഗെറ്റ് ബൈ കട്ടിങ് അലോങ് ദ ഡോട്ടഡ് ലൈൻസ്. അപ്പോൾ ഫസ്റ്റ് വണ്ണിൽ നമുക്ക് എന്താ കിട്ടുക, ആ ഡോട്ടഡ് ലൈൻ വഴി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ട്രയാങ്കിൾ ആണ് കിട്ടുക കേട്ടോ. അപ്പോൾ അവിടെ ട്രയാങ്കിൾ എന്ന് എഴുതാം. സെക്കൻഡ് ബിയിലോ അവിടെ റെക്റ്റാങ്കിൾ ആണ് കിട്ടുക, സിയിലും റെക്റ്റാങ്കിൾ ആണ് കിട്ടുക. അടുത്തത് ഡ്രോ എ സിംഗിൾ ലൈൻ ടു ഡിവൈഡ് ഈച്ച് പിക്ചർ ബിലോ ഇൻറ്റു 2 ട്രയാങ്കിൾസ്. ഒരു സിംഗിൾ ലൈൻ വരച്ചിട്ട് ഓരോ പിക്ചറിലും ഒരു സിംഗിൾ ലൈൻ വരയ്ക്കുക, 2 ട്രയാങ്കിളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫോർ വിച്ച് ഫിഗേഴ്സ് കാണ്ട് യു ഡു ദിസ്. അപ്പോൾ ഇതിലേത് ഫിഗറിനാണ് 2 ട്രയാങ്കിളായിട്ട് കിട്ടാത്തത്? എയുടെ നടുവിൽ കൂടെ ഒരു വര വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രയാങ്കിൾ കിട്ടും. ബിയുടെ സൈഡിൽ കൂടെ ഒരു ഡയഗണൽ പോലെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രയാങ്കിൾ കിട്ടും. സിയുടെയും കിട്ടും. അപ്പം നമുക്ക് കിട്ടാത്ത ട്രയാങ്കിൾ 2 ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ടു ഡിവൈഡ് ദ പിക്ചർ ബിലോ ഇൻറ്റു 2 ട്രയാങ്കിൾസ്. ഡി നമുക്ക് കിട്ടുമോ? ഇല്ല. ഒന്ന് ഇങ്ങനെ വരച്ച് കഴിഞ്ഞ് ഇവിടെ ഒരു വര വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ട്രയാങ്കിളും ഒരു റെക്റ്റാങ്കിളും കിട്ടുക. സർക്കിളിന് നമുക്ക് കിട്ടുമോ? ഒരു ഒറ്റ വരെ വരയ്ക്കാൻ പാടുള്ളൂ. അപ്പോൾ സർക്കിളിന് നമുക്ക് ട്രയാങ്കിൾ കിട്ടില്ല. അപ്പോൾ ഡിയും ഇയും ഓപ്ഷൻ കൊടുക്കാം കേട്ടോ. അടുത്തത് വാട്ട് കം നെക്സ്റ്റ്. ഡ്രോ വാട്ട് കം നെക്സ്റ്റ് ഇൻ ഈച്ച് ഓഫ് ദ പാറ്റേൺ. ഇതിൽ നോക്കിയാൽ ആദ്യം റൈറ്റ് സൈഡിൽ മേലെ വന്നു, പിന്നെ റൈറ്റ് സൈഡിൽ അടിയിൽ വന്നു, ലെഫ്റ്റ് സൈഡിൽ അടിയിൽ വന്നു. ഇനി അടുത്ത പിക്ചർ എന്തായിരിക്കും? ലെഫ്റ്റ് സൈഡിൽ മുകളിൽ വരുന്ന രീതിയിലായിരിക്കും കേട്ടോ. ഇവിടെ സർക്കിൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ വന്നു, അടുത്തത് അതിൽ നിന്നും കുറച്ച് മുകളിലേക്ക് വന്നു, പിന്നെ അടുത്തത് ഏറ്റവും മുകളിലേക്ക് വന്നു. അപ്പോൾ അടുത്ത് എന്താ? റൈറ്റ് സൈഡിൽ ഈ ഒരു പകുതിക്ക് വരും അല്ലേ. പിന്നെ ക്യാൻ യു ഡ്രോ മോർ പാറ്റേൺസ് ലൈക്ക് ദിസ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി 2 പാറ്റേൺസ് ഞാനിവിടെ കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വരയ്ക്കാം കേട്ടോ. ഓക്കെ. അടുത്തത് ഷേപ്പ് അറൗണ്ടസ്. സീ ദ പിക്ചർ ഡു യു സീ എനി ഫെമിലിയർ ഷേപ്പ്. അപ്പോൾ അതിലെന്തൊക്കെ ഷേപ്പ് ഉണ്ട് അതൊക്കെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ട്രയാങ്കിൾ, സർക്കിൾ, റെക്റ്റാങ്കിൾ. ഇത് 3 നമ്മൾ പഠിച്ചതാണല്ലേ. ഡു യു സീ എനി സച്ച് ഷേപ്സ് ഇൻ ആൻഡ് അറൗണ്ട് യുവർ സ്കൂൾ, റൈറ്റ് ദം ഇൻ ദ ടേബിൾ ബിലോ. അപ്പോൾ സ്കൂളിൽ നിങ്ങൾ കാണുന്ന റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ളത് എന്തൊക്കെയാണ്, ട്രയാങ്കിൾ ഷേപ്പിലുള്ളത് എന്തൊക്കെയാണ്, സർക്കിൾ ഷേപ്പിൽ വരുന്നത് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അടുത്തത് വുഡൻ ഷേപ്സ്. അനു ആൻഡ് ഫ്രണ്ട്സ് ആർ മേക്കിംഗ് ഷേപ്സ് വിത്ത് വുഡൻ ബ്ലോക്സ്. അനുവും അവരെ ഫ്രണ്ട്സും എന്താണ് ഉണ്ടാക്കുന്നത്? ഷേപ്സ് ആണ് ഉണ്ടാക്കുന്നത്. എന്തുകൊണ്ട്? വുഡൻ ബ്ലോക്ക് കൊണ്ട്. യു ക്യാൻ ആൾസോ പ്ലേ സച്ച് ഗെയിംസ്. നിങ്ങൾക്കും അങ്ങനത്തെ ഗെയിം കളിക്കാം. ഹൂ മെയ്ഡ് ദ ഹയസ്റ്റ് സ്റ്റാക്ക്. ആരാണ് ഹയസ്റ്റ് സ്റ്റാക്ക് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ റൈറ്റ് ദ നെയിംസ് ഓഫ് സം ഒബ്ജക്ട്സ് ഷേപ്ഡ് ലൈക്ക് റെക്റ്റാങ്കുലർ ബ്ലോക്ക് ആൻഡ് ബോൾസ്. അപ്പോൾ റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ ഷേപ്പിലുള്ള കുറച്ച് ഒബ്ജക്ട്സിൻ്റെ പേര് എഴുതുക, ബോൾസിൻ്റെയും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം. ബ്രിക്ക് ഈസ് എ റെക്റ്റാങ്കുലർ ബ്ലോക്ക്, ബോൾ ഈസ് എ സ്ഫിയർ എന്ന് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് വെജിറ്റബിൾ പ്രിൻറ്റിംഗ് ആണ്. വിധു മേഡ് എ വെജിറ്റബിൾ പ്രിൻറ്റഡ് ടേബിൾ ക്ലോത്ത് ഫോർ ദ വർക്ക് എക്സ്പീരിയൻസ് കണ്ടസ്റ്റ്. അപ്പോൾ വർക്ക് എക്സ്പീരിയൻസിൻ്റെ പരിപാടിക്കായിട്ട് വിധു എന്ത് ചെയ്യാണ്? ഒരു വെജിറ്റബിൾ പ്രിൻറ്റഡ് ടേബിൾ ക്ലോത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഹി യൂസ്ഡ് ഒക്ര, ക്യാരറ്റ്, പൊട്ടറ്റോ ആൻഡ് ഓനിയൻ ടു മേക്ക് ഇറ്റ്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് വെജിറ്റബിൾ പ്രിൻറ്റിങ് ചെയ്യുന്നത്. ക്യാൻ യു ടു മേക്ക് സച്ച് പ്രിൻറ്റ്സ്. നിങ്ങളോടും അങ്ങനത്തെ പ്രിൻറ്റ്സ് ഉണ്ടാക്കി നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ. അടുത്തത് ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഓൺ പേജ് 7. പേജ് 7ലുള്ള പിക്ചേഴ്സ് നോക്കുക. വിച്ച് പിക്ചർ ഡു യു ലൈക്ക് ദ മോസ്റ്റ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള പിക്ചർ ഏതാണ്? അപ്പോൾ പേജ് 7 നമുക്ക് എടുക്കാം. ഇവിടെ നമുക്ക് വരുന്നത് റെക്റ്റാങ്കിള്, ട്രയാങ്കിള്, സ്ക്വയർ ഒക്കെയാണല്ലേ. ഈ ഒരു പിക്ചർ നന്നായിട്ട് നോക്കി നോക്കൂ കേട്ടോ. ഞാൻ പറഞ്ഞ ഷേപ്സ് തന്നെയല്ലേ വരുന്നതെന്ന്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമായത് ഏതാ? ഫോർ എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ എനിക്കിഷ്ടമായത് ട്രയാങ്കിളാണ്. നിങ്ങൾക്ക് ഇഷ്ടമായത് ഏതാണെന്ന് വെച്ചിട്ട് അവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ ഏതൊക്കെ ഷേപ്പ് ഉണ്ടെന്ന് എഴുതണം. നിങ്ങൾക്ക് ഇഷ്ടമായത് ഏറ്റവും മേലെ എഴുതുക, അടിയിൽ ഏതൊക്കെ ഷേപ്പാണെന്ന് എഴുതുക. മേക്ക് വൺ സച്ച് ഇൻ എ സാൻഡി ട്രേ. അടുത്തത് ജോയിനിങ് ഷേപ്പാണ്. യൂസിങ് റെക്റ്റാങ്കിൾസ് ആൻഡ് ട്രയാങ്കിൾസ് ആൻഡ് സർക്കിൾ ടു ഡ്രോ എനി പിക്ചർ യു ലൈക്ക്. റെക്റ്റാങ്കിളും ട്രയാങ്കിളും സർക്കിളും ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പിക്ചർ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് കളർ ദ പിക്ചർ ബിലോ ആൻഡ് മേക്ക് ഇറ്റ് പ്രെറ്റി. നല്ല രീതിക്ക് ആ ഒരു പിക്ചർ കളർ ചെയ്ത് കൊടുക്കുക, നല്ല ബ്യൂട്ടിഫുൾ ആക്കിയിട്ട് തന്നെ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കളർ ചെയ്യുക കേട്ടോ. ഓക്കെ. പിന്നെ ഈ കളറിങ് ആക്ടിവിറ്റീസൊക്കെ വരുമ്പോൾ പാരൻസിൻ്റെ അടുത്ത് പറയാനുള്ളത് മാക്സിമം അത് കുട്ടികളെ കൊണ്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അവരുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ തെറ്റ് സംഭവിക്കും, പക്ഷെ അവർ ചെയ്ത് പഠിക്കുക, ഈസി ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്ത് കൊടുക്കാണ്ടിരിക്കുക. അതുപോലെ കൗണ്ട് ചെയ്യുക, അതൊക്കെ ഉള്ളത് അവരെ കൊണ്ട് തന്നെ നമ്മൾ ചെയ്ത് പഠിപ്പിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക, പിന്നീട് അവരെ കൊണ്ട് കൗണ്ട് ചെയ്യിപ്പിക്കാനൊക്കെ പഠിക്കുക. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് ഷേപ്പ്, അതായത് റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ, സർക്കിൾ, ഈ 3 ഷേപ്പിനെ പറ്റിയിട്ടും ഈ ഒരു ഷേപ്പ് കാണുമ്പോൾ എണ്ണി നോക്കിയിട്ട് പറയുക. അതുപോലെ ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ വെച്ചിട്ട് എന്തെങ്കിലും പിക്ചേഴ്സ് വരയ്ക്കുക, കളർ ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ജനറലായിട്ട് പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ. പിന്നെ അതുപോലെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സസ് ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ ക്ലാസ് 3 മാത്സ് എന്നുള്ള പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഓർഡർ വൈസ് ആയിട്ട് അവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. താങ്ക്